അമ്മ എന്തിനാ കരയുന്നത്? സുശീല ചേച്ചിയും കൊച്ചേട്ടനും മാറി മാറി എന്റെ കരണത്തടിച്ചു. സുശീല വല്യമ്മയെ ആ ഊമ അമ്മാവനും അമ്മയെ അടിച്ചു എന്ന് പറഞ്ഞാ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കൂ? അവരെ രണ്ടുപേരെ അമ്മ അടിച്ചു എന്ന് പറഞ്ഞാ അമ്മ അറിയാവുന്നവരെല്ലാം വിശ്വസിക്കുകയും ചെയ്യും. എന്താടാ അതിന്റെ അർത്ഥം? ഞാൻ അത്രയ്ക്ക് ചീത്തയും അവര് രണ്ടുപേരും നല്ലവരുമാണെന്നോ? അമ്മേ, എനിക്ക് അമ്മയായിട്ട് വഴക്കിടാൻ തൽക്കാലം സമയമില്ല. ഞാനൊരു പമ്പര വെട്ടി. എന്നെ തല്ലിയ വിവരം അറിഞ്ഞ എന്റെ മകൻ കൊട്ടേഷൻ പാർട്ടിയുമായി വന്ന് നിങ്ങളുടെയൊക്കെ കൈയും കാലും തല്ലി ഒടിക്കുന്ന വീമ്പിളക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയൊന്ന് പതുക്കെ പറ. കൊട്ടേഷൻ എന്ന വാക്ക് കേട്ടാ മതി, പോലീസുകാരൊന്ന് പൊക്കിക്കൊണ്ട് പോവും. നിന്റെ അച്ഛൻ ജോലി ചെയ്ത കള്ളുഷാപ്പ് നീ തല്ലി തകർത്തില്ലേ? ആ റൗഡുകളെ വിളിച്ച് കരുണാലയത്തിലേക്ക് അയക്ക്. അമ്മ കരുണാലയത്തിൽ പോയത് എന്നോട് ചോദിച്ചിട്ടാണോ? ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോവാൻ നിന്റെ അനുവാദം ചോദിക്കണോ? വേണ്ട. ചേച്ചി അനിയത്തെയും ആങ്ങളെ പെങ്ങളെയും അടിക്കുന്ന കാര്യത്തിലും അന്യരുടെ അനുവാദം ആവശ്യമില്ല. അത് ശരി. ഭർത്താവും സഹോദരങ്ങളും മാത്രമല്ല, മകനും എന്റെ ശത്രുവായി കഴിഞ്ഞു. അമ്മ എൻ്റെ ശത്രുവാണെന്ന് ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അമ്മയുടെ ശത്രുവാണെന്ന് അമ്മ പലരോടും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വിളവ് തിന്നുന്ന വേലി, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണല്ലോ അമ്മ എന്നെക്കുറിച്ച് പറയുന്നത്. എന്റെ പേരിലുള്ള സ്ഥാപനം നടത്താനുള്ള പൂർണ്ണമായ ചുമതല ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോ നീ നിന്റെ പേരിൽ മറ്റൊരു സ്ഥാപനം എന്റെ സ്ഥലത്ത് തന്നെ തുടങ്ങുന്നത് വഞ്ചനയല്ലേ? അമ്മയ്ക്ക് പണമോ മകനോ വലുത്? എനിക്ക് രണ്ടും വലുതാണ്. എങ്കിൽ നമുക്ക് സ്വത്ത് രണ്ടായി പിരിക്കാം. എനിക്കിപ്പോ മനസ്സില്ലെങ്കിലോ? എനിക്ക് കമ്പനിയുടെ പുതിയ MD ഒന്ന് കാണണം. കടലാസിൽ പേര് കുറിച്ച് തരൂ. അതിന്റെ ഒന്നും ആവശ്യമല്ല കൊച്ചേ. അകത്ത് നിന്ന് രാമു വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. സർ, രാമു എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. വിസിറ്റിംഗ് കാർഡും തന്നില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ പറഞ്ഞ്. രാമു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയെന്ന്. നല്ല അടുപ്പമുള്ള ആളാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. സാറിന് എന്റെ മുഖം ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് സാറ് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ത്യാഗു സാറിന്റെ കൂടെ വന്നിട്ടുണ്ട്. അന്നവിടെ സാറിന്റെ നിഴല് പോലെ ഉണ്ടായിരുന്ന ആ ഊമച്ചെറുക്കനെ അടിച്ച് പുറത്താക്കിയത് ഞാനാ. പിന്നെ വിശാലാക്ഷി അമ്മാളിനെ... മതി, കൂടുതൽ വിശദീകരിക്കണ്ട. നിന്നെ ത്യാഗു അയച്ചതാണോ? അതെങ്ങനെയാ സാറേ? അങ്ങേര് ഇപ്പോഴങ്ങ് ദുബായിലല്ലേ? കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ട് അളിയന്മാരും ചേർന്ന് എന്റെ ത്യാഗു സാറിനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലേ? പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിൻസിയർ ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഫോണിൽ വിളിക്കാറുണ്ട്. എന്താ നിനക്കിപ്പോൾ വേണ്ടത്? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പണം വേണം. പണോ? അതെ, അധികമൊന്നും വേണ്ട സാറേ. 1,00,000 രൂപ തന്നാൽ മതി. അന്ന് ത്യാഗു സാറും കൂടെ വീടിന്റെ താക്കോലും തന്ന് എന്നെ ബാലു സാറിന്റെ വീട്ടിലേക്ക് അയച്ചത് മറന്നുപോയോ? രാത്രി മതിൽ ചാടി വീട് തുറന്ന് അകത്ത് കയറി വിശാലാക്ഷി അമ്മകളെ കൊന്നിട്ട് വന്നാൽ 50,000 രൂപ തരാമെന്ന് പറഞ്ഞ് വാക്കുറപ്പിച്ചിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ട സാറല്ലേ? നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയല്ലേ? വരട്ടല്ലേ സാറേ? ഞാൻ നേരെ ബാലു സാറിന്റെ മുറി പോയി നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ത്യാഗുവിന്റെ വാക്ക് കേട്ടിട്ട് ഓഫീസിലെങ്ങാനും വന്ന് പ്രശ്നം ഉണ്ടാക്കിയ നിന്റെ റൗഡിസം ഇന്നുകൊണ്ട് ഞാൻ തീർക്കും. പിന്നെ സാറ് വരട്ടുന്നു. അതെ, പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്നു സാറ് കരുതണ്ട. എന്റെ കയ്യിൽ പണമില്ല, ഉണ്ടെങ്കിലും തരാൻ സൗകര്യമില്ല. അത് ശരി.
എങ്കിൽ പിന്നെ ഞാൻ ബാലു സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. എവിടെ സാറേ ഏയ്, what is this? ഏയ്, നീ ആരാ? നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ത്യാഗു സാറിന്റെ കൂടെ ഞാൻ ചിലപ്പോഴൊക്കെ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. ആ, എന്താ നിന്റെ പേര്? രാമു. റൗഡി രാമു എന്ന് പറഞ്ഞാലേ ആളുകൾ എന്നെ തിരിച്ചറിയൂ. ഓ, റൗഡി രാമു. അപ്പൊ നീയാണ് എന്റെ താക്കോല് മോഷ്ടിച്ച് വീട്ടിൽ ചെന്ന് എന്റെ അമ്മയോട് ഞാനാ താക്കോല് എന്ന് നിന്നെ അയച്ചെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. റാസ്കൽ, മുഖത്ത് നോക്കി നട്ടാ മുളയ്ക്കാതെ നുണ പറയുന്നു. ഏയ്, ഏയ്, stop. നിന്നെ ഞങ്ങൾ പോലീസിലേപ്പിക്കും, ഞങ്ങളുടെ പഴയ MD കൊല്ലാൻ ശ്രമിച്ചതിന്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് പോലെ സാറേ. അത് വിട്. 1 ലക്ഷം രൂപ എന്ന് എന്നെ പറഞ്ഞു വിടാൻ നോക്ക് സാറേ. പോലീസ് ഇടപെട്ട എന്റെ കൂടെ സാറും അത്താവും. ഏതായാലും രാമു തൽക്കാലം പോവും. ഈ ഓഫീസിന് മുമ്പിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. ആ ബാലു, യവൻ പറയുന്നൊക്കെ പച്ച കള്ളവാണ്. ത്യാഗു ഇവനും ചേർന്ന് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഒത്തുകളിക്കുക. നമ്മുടെ സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടി ത്യാഗു എടുക്കുന്ന അടവുകളിൽ ഒന്ന് മാത്രമാണിത്. നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിന് ഫോൺ ചെയ്യണോ? പത്രങ്ങളിലൊക്കെ എന്റെ ഫോട്ടോ വരുന്ന കൂട്ടത്തിൽ സാറിന്റെ ഫോട്ടോയും രാകേഷ് സാറിന്റെ ഫോട്ടോയും വരും. ഇങ്ങനെ എന്നെ സഹായിക്കുന്ന ലക്ഷണമില്ല. 1 ലക്ഷം രൂപ സാറ് എന്നാലും മതി, ഞാൻ പോയേക്കാം. ബാലു, റിസപ്ഷനിൽ ഇരിക്കുന്ന എന്റെ അളിയന്റെ സുഹൃത്തിന് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്ത് വൗച്ചർ വാങ്ങും. സാർ അത് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും? അഡ്വാൻസ് ഫോർ പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ് എന്നോ മറ്റോ എഴുത്. തോലേട്ടെ. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോരുത്. പാചകത്തിന് ഞാൻ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കുന്നുണ്ട്. മുരുകൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ കതവ് അകത്തുനിന്ന് കുറ്റിയിടണം. പിന്നെ നിന്റെ അമ്മയ്ക്ക് ചെലവിനുള്ള പണം ഞാൻ മണി ഓർഡറായിട്ട് അയച്ചു കൊടുക്കും. ആ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. ഇവിടുന്ന് അമ്മ ഉടനെ പോവോ? പോവും. ഒരു വലിയ കമ്പനിയിൽ ജോലി നോക്കാനാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മക്കളെ കാണാൻ മാസത്തിൽ 1 വട്ടമെങ്കിലും ഞാൻ പറന്നു വരും. ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എത്ര നന്നായി. എന്തൊക്കെയുണ്ട് മുരുക കുടുംബവിശേഷങ്ങൾ? അഞ്ജനയ്ക്ക് പുതിയ വീട് ഇഷ്ടപ്പെട്ടോ? തൽക്കാലം നിങ്ങളെ വിട്ട് അമ്മ ചെന്നൈക്ക് പോയി കഴിഞ്ഞാലും വിഷമിക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ മുരുകന് തന്നിട്ടുണ്ട്. മുരുകൻ ടൂർ പോകുന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ? എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോളൂ. അപ്പോൾ നാളെ മുതൽ തന്നെ ലീവിൽ പ്രവേശിച്ചോളൂ. ഒരു ഹണിമൂൺ ആഘോഷമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നു. ലിക്വിഡ് എടുത്തു വെച്ച ദേ ഇത് ഇത് 2 പാക്കറ്റ്.
കുഞ്ഞിനെ ഇങ്ങ് താ, ഞാൻ എടുത്തോളാം. പതുക്കെ പതുക്കെ. കുഞ്ഞ് കയ്യിരുന്ന പ്രഭയ്ക്ക് സാധനങ്ങൾ നോക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അത് മാത്രമല്ല, അശ്രീകരങ്ങൾ കുഞ്ഞിൻ്റെ മുഖം കണ്ട് വല്ലതും പറഞ്ഞാൽ ദൃഷ്ടിദോഷം വരും. അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോന്ന് എത്തിവരിഞ്ഞ് നോക്കുന്നുണ്ട്. ദൃഷ്ടിദോഷോ? നമ്മൾ കടയിലല്ലേ നിൽക്കുന്നത്, ഇവിടെ അശ്രീകരമായിട്ടൊന്നും ഇല്ലല്ലോ. മോളെ, ലക്ഷ്മി, പാർവതി, സരസ്വതി എന്നൊക്കെ പറഞ്ഞ ശ്രീകരം, മൂദേവി, മൂശട്ട എന്നൊക്കെ പറഞ്ഞ അശ്രീകരം. നല്ല ദേവതകളെയും ദുർദേവതകളെയും കാണാൻ നമ്മൾ സ്വർഗത്തിലും നരകത്തിലും ഒന്നും പോണ്ട. ഈ പറഞ്ഞ രണ്ടു കൂട്ടരും ഭൂമിയിലെ മനുഷ്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മൂശേട്ട നമ്മുടെ കുഞ്ഞിന്റെ മുഖം കാണരുതെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായ? പട്ടി മണം പിടിച്ച് പിന്നാലെ വരുന്നത് പോലെ കുറേ നേരമായി അവൾ പമ്മി പമ്മി നടക്കുന്നു. എന്തിനാണെന്നോ? നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ. ആ പ്ലാനുള്ള മനസ്സിരിക്കട്ടെ. അതിനിടയിൽ അച്ഛനെങ്ങനെ അമ്മ വരുന്നത് കണ്ടുപിടിച്ചു? ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നു. അല്ലെങ്കിൽ തന്നെ ആ കാൽപ്പെരുമാറ്റം എവിടെ കേട്ടാലും ഞാൻ തിരിച്ചറിയത്തില്ലേ? എത്ര കണ്ടു, എത്ര കേട്ടു, എത്ര സഹിച്ചു. ഇനി കുഞ്ഞിനെ ഞാൻ എടുക്കാച്ചാ. വേണ്ട, നീ പോയി ബില്ലിടിച്ച് പൈസ കൊടുക്ക്. ചെല്ല്. മക്കളെ, മോളൂട്ടിക്കിനി വല്ലതും വേണോടാ? എന്തെങ്കിലും ഒന്ന് ചവയ്ക്കാനില്ലാണ്ട് എത്ര നേരമായി നടക്കുന്നു. കായവർക്ക് ഇത് തിന്നിട്ട് കുറേ നാളായി. കാശ് കൊടുത്ത് മേടിച്ചതിനൊന്നിപ്പോൾ പറ്റില്ല. ഇതേതായാലും കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇപ്പം കിട്ടണ്ടേ കിട്ടൂല, എപ്പോഴും എഴുന്നള്ളൂന്ന് അറിയില്ല. അയ്യോ അയ്യോ, എന്തു പറ്റി? സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? എന്താ സംഭവിച്ചത്? എന്റെ സുന്ദരി കുട്ടിയുടെ സ്വർണ്ണ നിറമുള്ള മുഖത്ത് ആരോ പിച്ചള വാരി പൂശിയതുപോലെ. ഒന്നും വാങ്ങില്ല. കടയിലോട്ട് ചെന്ന് കയറിയതും ആദ്യം കണ്ടത് ആ സാമദ്രോഹിയുടെ മുഖം. മരുമകളുടെ കൂടെ വേലക്കാരനെ പോലെ കൊച്ചിനെ എടുത്തോണ്ട് വന്നിരിക്കുന്നു. എന്നെ കണ്ടതും അങ്ങേരുടെ നാക്കിന് എരിവ് കയറി. ഞാൻ അവിടെ നിന്ന് അങ്ങേരുടെ കയ്യിൽ നിന്ന് മേടിക്കും. പൊതു സ്ഥലമല്ലേ? നാളെ പത്രങ്ങളിൽ വാർത്ത വരില്ലേ? ഭാര്യ ഭർത്താവിനെ തല്ലി. അല്ല, ഈ സാമദ്രോഹി എന്ന് സരോജം വിളിച്ചത് ഭർത്താവിനെയാണോ? ആ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും എന്റെ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ തന്നെ വിളിച്ചിരുന്നത്. ദ്രോഹി, കാലാ, ദുഷ്ടാന്നൊക്കെ. എങ്ങനെ വിളിക്കാതിരിക്കും മോളെ? എന്റെ തറവാട്ട് വീട്, ആവണശ്ശേരി വീട് ഇന്നുണ്ടായിരുന്നെങ്കിലേ 1.5 കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. 30,000-നോ 40,000-നോ മറ്റോ അല്ലേ ആ മഹാഭാവി അത് വിറ്റത്. നളിനി എനിക്ക് വയറ്റിലുള്ളപ്പോഴാ എന്തോ കള്ളം പറഞ്ഞ എന്നെ രജിസ്റ്റർ കച്ചേരിയിൽ വിളിച്ചോണ്ട് പോയി ഒപ്പിടിയിപ്പിച്ചത്. വിറ്റതോ വിറ്റു. ആ പൈസ കൊണ്ട് വേറെ ചെറിയൊരു വീട് വാങ്ങിയോ? അതും ഇല്ല. മുഴുവനും കള്ളു കുടിച്ചു തീർത്തു. എന്റെ ഭർത്താവ് കള്ള് വിൽക്കും, പക്ഷെ കുടിക്കത്തില്ല. ഒരു കാലത്ത് ഞാൻ അങ്ങേരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതേത് കാലത്താ സരോജം? അങ്ങേര് സ്വന്തമായി ഷാപ്പ് നടത്തിയിരുന്ന കാലത്താണോ? അന്ന് ധാരാളം സ്വർണവും സാരിയും ഒക്കെ മേടിച്ചു തന്ന് കാണും. തന്നിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. തന്നതും തരാത്തതും ഒന്നും അല്ല കാര്യം. ഞാൻ എന്റെ മോന്റെ ഭാര്യയുമായി വഴക്കിടുമ്പോ അങ്ങേര് ആരുടെ കൂടെ നിൽക്കണം? രാജമ്മ ചേച്ചി എന്നെ പറ. അതിലെന്താ അത്ര സംശയം? ഭർത്താവ് ഭാര്യയുടെ കൂടെ തന്നെ നിൽക്കണം. പക്ഷേ എന്റെ ഭർത്താവ് എന്താ ചെയ്തത്? ഞാനും എന്റെ മരുമകളും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായപ്പോ അങ്ങേര് അവളുടെ പക്ഷം ചേർന്നു. അത് മാത്രോ? എന്നോടും എന്റെ മോനോടും പിണങ്ങി ഇപ്പോ അവളുടെ കൂടെ പോയി താമസിക്ക.
ശൂ, ഒരമ്മായിയമ്മയ്ക്ക് ഇതിൽ പര അപമാനം വരാനുണ്ടോ? അമ്മായി അച്ഛൻ മരുമകളുടെ വീട്ടിൽ പോയി അവളുടെ ചെലവിൽ താമസിക്കുക. കഷ്ടം. ശൂ. അല്ല സരോജം, എനിക്കൊരു സംശയം. സൂര്യൻ ഇപ്പോഴും കിഴക്ക് തന്നെയാണോ ഉദിക്കുന്നത്? കലികാലം എന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? ഇത്രയൊക്കെ ചേച്ചി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ സത്യം അങ്ങ് പറയാം. എന്റെ മോൻ പ്രസാദിന് അവന്റെ ഭാര്യയെ വിശ്വാസമില്ല. പ്രഭ ഗർഭിണിയായപ്പോ പ്രസാദിനൊരു സംശയം, കൊച്ചു സുനിലിന്റേതാണോന്ന്. സുനിലോ? അതാരാ? എന്റെ ചേച്ചി ലളിതയുടെ മകളില്ലേ കോമളം, അവളുടെ ഭർത്താവാ. മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. ആ പയ്യന്റെ തള്ളയല്ലേ നാട് മുഴുവൻ അമ്പലങ്ങൾ തോറും തെണ്ടി കിടക്കുന്നത്? ആ, സൗദാമിനിയമ്മ, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്സാ. എനിക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടാ. സരോജത്തിനൊരു കാര്യം അറിയൂ? ഭക്തിയുടെ കാര്യത്തിൽ ഈ യാവണശ്ശേരി രാജ്യമ്മയെ തോൽപ്പിക്കാൻ ഇനി ഒരുത്തി ജനിക്കണം. അമ്പലങ്ങളിൽ പോയി വിഗ്രഹത്തിലേക്കും അടുത്തു നിൽക്കുന്ന ആണുങ്ങളുടെ മുഖത്തും മാറി മാറി നോക്കുന്നതല്ല ഭക്തി. യഥാർത്ഥ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ആലാപനങ്ങളിലൂടെയാണ്, കീർത്തനാലാപനങ്ങളിലൂടെ. എന്നെ കണ്ടുപഠിക്ക്. വായൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഞാൻ കീർത്തനം ചൊല്ലിക്കൊണ്ടേയിരിക്കും. വെറും കീർത്തനമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ കീർത്തനം. ശ്രീകൃഷ്ണനെ കുറിച്ച് പാടുമ്പോൾ ഏത് സ്ത്രീയും രാധയായി മാറും. രാധ സമേത കൃഷ്ണ, സമേത കൃഷ്ണ, രാധ സമേത കൃഷ്ണ, കൃഷ്ണ. സരോജം, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നോക്കൂ, ശ്രീകൃഷ്ണനെ കാണുന്നില്ലേ? കാണും. കാരണം ഞാനിപ്പോൾ രാജമ്മയല്ല, രാധയാണ്. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതല്ല. ശരിയാണ്, വിഷയം ലേശൊന്ന് മാറി. എന്നാ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടുമില്ല. ഗർഭം, കുട്ടി, പ്രണയം, പ്രസവം എന്നൊക്കെ പറയുമ്പം രസം ശൃംഗാരല്ലേ? ശൃംഗാരരസത്തിന് ശ്രീകൃഷ്ണനുമായുള്ള ബന്ധം വളരെ വലുതല്ലേ? ശരി, തൽക്കാലം ശ്രീകൃഷ്ണൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രഭ പ്രസവിച്ച കുട്ടിയെക്കുറിച്ച് തന്നെ പറയാം. സരോജത്തിന്റെ അഭിപ്രായത്തിൽ ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ? പ്രസാദോ അതോ സുനിലോ? അതാ ചേച്ചി ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം. സുനിലും പ്രഭയും തമ്മിൽ പ്രേമമാണെന്ന് നാട് മുഴുവൻ പാട്ടായതല്ലേ? പ്രഭയുടെ വയറ്റിൽ കിടക്കുന്നത് സുനിലിന്റെ കുട്ടിയാണെന്നും പറഞ്ഞ് കോമളം പിണങ്ങി വീട്ടിൽ വന്നു. പ്രഭ അവളുടെ അച്ഛനുമായും പിണങ്ങി. വീട് വിട്ടിറങ്ങി അവളെ സുനിലല്ലേ രക്ഷിച്ചത്. കുറെ ദിവസം അവളെ ഏതോ ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. പിന്നെ അവളെ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു. സൗദാമിനി അമ്മ അവളെ സ്വന്തം മരുമകളായി കരുതി കൂടെ താമസിപ്പിച്ചു. ശരിക്കു പറഞ്ഞ ആ സ്ത്രീയല്ലേ പ്രഭയുടെ പേരെടുത്തത്. എങ്കിൽ കുട്ടി സുനിലിന്റേത് തന്നെ, സംശയമില്ല. ഞാനും അങ്ങനെ ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോ കഥയാകെ മാറി. പ്രഭ പ്രസവിച്ചു കഴിഞ്ഞപ്പോ പിണങ്ങി നിന്നവരെല്ലാം ഇണങ്ങി. കോമളം സുനിലിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. രാജഗോപാലൻ മുതലാളിയും പ്രഭയെ കാണാൻ ചെന്നു എന്നാ കേട്ടത്. അതെ, പണ്ട് അപവാദം പറഞ്ഞു നടന്ന പെണ്ണുങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നു കുട്ടിക്ക് പ്രസാദിന്റെ നല്ല ഛായയാണെന്നു. ആ കുഞ്ഞ് പ്രസാദിന്റെ തന്നെ ആണെങ്കിലേ ഞാനതിന്റെ അമ്മൂമ്മയല്ലേ. ഇന്നിപ്പോ കടയിൽ വെച്ച് ഞാൻ പ്രഭയും കുഞ്ഞിനെയും കണ്ടു. ഞാൻ അടുത്ത് ചെന്നപ്പോ പ്രസാദിന്റെ അച്ഛൻ കുഞ്ഞിന്റെ മുഖം ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിച്ചു കളഞ്ഞു. എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. സരോജത്തിനിപ്പോ എന്താ വേണ്ടത്? ആ കുഞ്ഞിന്റെ മുഖം അടുത്ത് കാണണം. അതിന്റെ കണ്ണും മൂക്കും വായും ഒക്കെ പരിശോധിച്ച് പ്രസാദിന്റെ ചായ ഉണ്ടോന്ന് നോക്കണം. അത്രല്ലേ വേണ്ടു. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. എങ്ങനെ? അതിനൊക്കെ എത്രയോ വഴികളിരിക്കുന്നു. ഒരു നല്ല വഴി തന്നെ തെരഞ്ഞെടുക്കണം, അത്ര തന്നെ. എനിക്ക് കാണാനാണെന്ന് പറഞ്ഞ പ്രഭ ആരുടെ കയ്യിലും കുട്ടിയെ കൊടുക്കില്ല, അത് ഉറപ്പാ. പ്രഭ പ്രസവിച്ച കുഞ്ഞിനെ
ഞാൻ എൻ്റെ കൈകളിലെടുത്ത് സരോജത്തിൻ്റെ കൈകളിലേക്ക് തരും. ഇത് ഞാൻ തരുന്ന ഉറപ്പ്. ആണോ? ഉം.